പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജ്. അദ്ദേഹം നമ്മുടെ ദേശീയ തലത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പത്രത്തിൻ്റെ പത്രാധിപരുമായി നടത്തിയ ഒരു അഭിമുഖമാണ്. അപ്പോൾ ഈ പത്രാധിപർ മിക്കവാറും എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാരുമായിട്ടും സംവേദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടും പല രീതിയിലുള്ള ബുദ്ധിപരവും അല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് ദാജി കൊടുക്കുന്ന ഹൃദയംഗമമായിട്ടുള്ള മറുപടി, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും ആദ്യം അദ്ദേഹം ചോദിക്കുന്നത്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇന്ത്യയിലും ലോകത്തിൽ മുഴുവനായിട്ടും. അപ്പോൾ അതിൽ യഥാർത്ഥ ഗുരുക്കന്മാരുണ്ട്, യഥാർത്ഥമല്ലാത്ത ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ ഒരു യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ തിരിച്ചറിഞ്ഞ് ആ സാധനാമാർഗം പിന്തുടരുമെന്നാണ് ചോദ്യം. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ലേ. അപ്പോൾ അതിന് ദാജി പറഞ്ഞ മറുപടിയും വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഓരോരുത്തരെയും. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരു ബോധം വേണം. ഈ ആവശ്യം തന്നെ ഇത് ആവശ്യമാണോ അതോ ആഗ്രഹമാണോ? ജീവിതം കൊണ്ടാണ് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് വരേണ്ടതാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഭൗതികമായാലും ആധ്യാത്മികമായാലും ഒരു ഗുരുവിനും നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഗൈഡാണ്, അന്ധകാരം നീക്കുന്ന ആളാണ്. നമ്മുടെ മാർഗത്തിൽ അന്ധകാരം നീക്കണം. ആ വഴിയിലൂടെ നയിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ യാത്ര ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇനി ഒരു യഥാർത്ഥ ഗുരുവാണെങ്കിലും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പകരം ആഗ്രഹങ്ങളാണ്, ആർത്തിയായിട്ടാണ് അവരെ സമീപിക്കണമെങ്കിലോ അപ്പോഴും നമുക്ക് അവരെ കൊണ്ട് ഉപകാരമില്ല. അദ്ദേഹം പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഭൗതികമായിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അജ്ഞത കൊണ്ടും നിഷ്കളങ്കത കൊണ്ടാവും ചിലപ്പോൾ ഒരു ഗുരുവിനെ സമീപിക്കാവും. എനിക്ക് 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ ഗുരു പറയും, ഒരു കാര്യം ചെയ്യുക, 1 ലക്ഷം രൂപ ഈ മിഷന് ഡൊണേറ്റ് ചെയ്യുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, അപ്പോൾ 10 ലക്ഷം രൂപ കിട്ടിക്കോളും എന്ന് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് 1 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ സംഭാവനകൾ നൽകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചതോടാണ് ചെയ്യണത്. അത് യഥാർത്ഥ ഗുരു ആണെങ്കിൽ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണത്, പ്രതീക്ഷിച്ചു കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ നമ്മൾ സംഭാവന ചെയ്തു. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപ എങ്ങനെയും കിട്ടാം, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടാം. ഈ 2 സാധ്യതയുള്ളൂ. അപ്പോൾ 50-50 ചാൻസ്, പകുതിയുണ്ട്. ജീവിതത്തിലെല്ലാം അങ്ങനെയല്ലേ, 50-50 ചാൻസ് ആവും. അപ്പോൾ 50-50 ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു ചൂതാട്ടം പോലെയാണത്, അല്ലേ? ഗാംബ്ലിംഗ് ആണ്. അപ്പോൾ ഒരു ചൂതാട്ടം നമ്മൾ നടത്തി. അപ്പോൾ ചൂതാട്ടക്കാരൻ്റെ സ്ഥിതിയിലേക്ക് ആധ്യാത്മിക സാധകൻ അധപ്പതിക്കുക അവിടെ. അപ്പോൾ ചൂതാട്ടം നടത്തിയ ആൾ ചൂതാട്ടത്തിൻ്റെ ബലം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരെ കുറ്റപ്പെടുത്താൻ പറ്റുക?
നമുക്ക് നമ്മളെ മാത്രമേ ആ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കൂ. അപ്പോൾ എപ്പോഴും ഹൃദയത്തിൻ്റെ ആഴത്തിലാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് ഇതിന് ഉത്തരം. ഇനി ചില ഗുരുക്കന്മാർ അത്ഭുതങ്ങൾ കാണിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുക, നമുക്കറിയാലോ. അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തിട്ട് ഭക്തന് കൊടുക്കുക. ഇതുകൊണ്ട് ഭക്തന് എന്താണ് വിശേഷം? ഈ അത്ഭുതത്തിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാലോചിക്കുക. നമ്മൾ യഥാർത്ഥ അത്ഭുതം എന്താണ്? മനുഷ്യൻ്റെ പരിവർത്തനമാണ്. അതിൽ വലിയ അത്ഭുതം എന്താണുള്ളത്? നമുക്കൊക്കെ അറിയാം, നമ്മൾ പലതരത്തിലുള്ള ശീലവിധേയമുള്ളവരാ. ഒരു ശീലം മാറ്റാൻ തന്നെ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ജീവിതത്തിൻ്റെ പരിവർത്തനം. ഇപ്പം ജീവിതത്തിൻ്റെ പരിവർത്തനമാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് പരിവർത്തനം? ഹാർട്ട്ഫുൾനെസ്സിലാണെങ്കിൽ മൃഗമനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും ദിവ്യ മനുഷ്യനിലേക്കുമുള്ള പരിവർത്തനം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ്. മൃഗമനുഷ്യനിൽ നിന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം, അനുകമ്പ, ദയ. മഹത്തായ ആധ്യാത്മിക പദ്ധതികളൊക്കെ ഈ ദയാഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബുദ്ധിസം നോക്കിക്കഴിഞ്ഞാൽ ദയാഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ദയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ഉദാത്തമായ മുഖമാണ്. ഹിന്ദുയിസം ആണെങ്കിൽ അതിനെ, ഹിന്ദുധർമ്മം ഭക്തിയായിട്ടാണ് പറയണത് അതിനെ. ഇപ്പോൾ ഹിന്ദു ധർമ്മത്തിൽ പറയണത്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ഭക്തി എന്നുള്ള ഘടകം നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഈ പ്രവൃത്തി ഉന്നതമായ ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. ഉദാഹരണത്തിന്, എന്ത് കർമ്മം നമ്മൾ ചെയ്യണമെങ്കിൽ, പ്രവൃത്തി ചെയ്യണമെങ്കിലോ, നമ്മൾ ആ കർമ്മത്തെക്കുറിച്ചൊരു ജ്ഞാനം വേണം, അല്ലേ? ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിനെക്കുറിച്ചൊരു അറിവ് വേണം. അപ്പോൾ ഇത് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് ഒരു ത്രികോണം മാതിരിയാന്ന് പറയുന്നത്. 3 കോണുകളുള്ള ഒരു ത്രികോണം, ട്രയാങ്കിൾ. താഴെ 2 കോണുകൾ, മുകളിലൊരു കോൺ. ഇപ്പോൾ താഴത്തെ 2 കോണുകൾ എന്താണ്? അറിവും കർമ്മവും, ജ്ഞാനവും കർമ്മവുമാണ്. സാധാരണ ജീവിതം നയിക്കാൻ നമുക്ക് ജ്ഞാനവും കർമ്മവും മാത്രം മതി. ഒരു പ്രവൃത്തി ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അറിവും കർമ്മവും ഉണ്ടായാൽ സാധാരണ ജീവിതം നമുക്ക് നയിക്കാം. ഈ മുകളിലുള്ള ഈ ത്രികോണത്തിൻ്റെ കോണ് ഏതാണ്? അതാണ് ഭക്തി. അപ്പോൾ ആ ഭക്തി എന്നുള്ള ഘടകത്തിൻ്റെ കൂടെ ചേർത്താൽ എന്താണ്ടാവുക? ഈ 2 കോണുകളും ഭക്തി എന്നുള്ള ഉയർത്തപ്പെടും. അപ്പോൾ ഭക്തി എന്നുള്ള ഘടകം ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും നമ്മൾ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഉന്നതമായ അവസ്ഥയിലേക്ക് ഒരു സാധാരണ കർമ്മം പോലും പരിവർത്തനം പ്രശ്നം. അപ്പോൾ കർമ്മത്തിൻ്റെ സ്വഭാവം തന്നെ, അല്ലെങ്കിൽ പരിസമാപ്തി തന്നെ ഭക്തി കൊണ്ട് മാറ്റപ്പെടും. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്, ദിവ്യത്വമായിട്ടുള്ള കണക്ഷനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുകമ്പ, ദയ, ഭക്തി എന്നൊക്കെ പറയുമ്പോൾ മാസ്റ്റേഴ്സ് പറയണം ഇതെല്ലാം അഹിംസയേക്കാൾ ഉന്നതമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ അഹിംസ തത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലും ലോകത്തിലും വളരെ പ്രസിദ്ധമാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനെക്കുറിച്ച് അത്ര വലിയ മതിപ്പില്ല. ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയും അഹിംസയേക്കാൾ ഉയർന്ന സംഗതിയാണ് അനുകമ്പ, ദയ എന്ന് പറയുന്നത്. കാരണം അഹിംസ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്നുള്ള അർത്ഥത്തിന് നോൺ വയലൻസ്. പക്ഷെ അനുകമ്പ, ദയ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോവുക. മറ്റുള്ളവരുടെ വേദന കണ്ട് ആദ്യം നമ്മുടെ ബോധത്തിൽ വരും, അതിനുശേഷം നമ്മൾ അടുത്ത ആക്ഷൻ, അതാണ്
വരുന്നത്. അതാണ് അനുകമ്പ എന്ന് പറഞ്ഞ ആക്ഷനിലേക്ക് വരികയാണ് ഈ ദയ കൊണ്ട്. അപ്പോൾ അഹിംസയേക്കാൾ വളരെ ഉന്നതമായിട്ടുള്ളൊരു അവസ്ഥയാണ് അനുകമ്പ, ദയ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഇനിയിപ്പോൾ നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ സാധന പദ്ധതി അനുഷ്ഠിക്കണോ അല്ലെങ്കിൽ പൂജ ചെയ്യണോ ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ കാര്യമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഫീലിംഗ് ഒന്നുമില്ല, പരിവർത്തനമൊന്നും കാണാനില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ തുടരുന്നത്? അപ്പോൾ അദ്ദേഹം പറയണ ആധ്യാത്മിക പാത എന്ന് പറയണത് അസാധ്യ ധൈര്യമുള്ളവർക്കാണ്, കറേഞ്ചിയസ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പാതയാണ്, ഭീരുക്കൾക്കുള്ളതല്ല. ആധ്യാത്മിക പാതയിൽ യാത്ര ചെയ്യണമെങ്കിൽ അസാധ്യമായ ധൈര്യം വേണം. ഭൗതിക ജീവിതത്തിനേക്കാൾ കൂടുതൽ ധൈര്യം ആധ്യാത്മിക പാതയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് കുറച്ച് ആൾ പോയി, നമ്മളിൽ പരിവർത്തനമൊന്നും വരുന്നില്ല, ഹൃദയത്തിലൊരു ഫീലിംഗും ഇല്ല എങ്കിൽ അത് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഭീരുവാണ്. വേറെ പല കാരണങ്ങൾ കൊണ്ട് ഭയം കൊണ്ടാവും പോകാതിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഭയം കൊണ്ട് ഒരു വസ്തുതയും ചെയ്യാൻ പാടില്ല, കർമ്മങ്ങൾ പ്രത്യേകിച്ച്. കാരണം എന്താ? അത് നമ്മുടെ ഭീരുത്വത്തിലേക്കും ശുഷ്കമായ കർമ്മങ്ങളിലേക്കാണ് നമ്മൾ നയിക്കുക. അപ്പോൾ ആധ്യാത്മിക പാത ധൈര്യമുള്ളവർക്കുണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിന് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതാത്? ഭൗതികമായിട്ടുള്ളൊരു ഭാഗം, ആധ്യാത്മികമായിട്ടുള്ള ഭാഗം. ഇത് രണ്ടും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആധ്യാത്മിക ജീവിതം യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ചെയ്യുന്നില്ല. ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും നമ്മളുടെ മനോഭാവത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഭക്തി എന്ന് പറഞ്ഞൊരു മനോഭാവമാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലും മനോഭാവം വളരെ പ്രധാനമാണ്. അപ്പം മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങളുടെ രൂപം തന്നെ മാറിപ്പോകും. അദ്ദേഹം ഉദാഹരണം പറയും, ഒരേ തരത്തിലുള്ള കർമ്മം രണ്ട് മനോഭാവത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്. ഒരു കൃഷിക്കാരൻ എൻ്റെ കൃഷിസ്ഥലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു. ചിലപ്പോൾ സ്വന്തം കൃഷിയിടാവാം, അല്ലെങ്കിൽ വേറൊരാളുടെ കൃഷിസ്ഥലത്തിൽ അധ്വാനിക്കും. കൃഷിക്കാരെയൊക്കെ നോക്കിയിട്ടുണ്ട്, ഒരുപാട് അധ്വാനിക്കും വരും, പക്ഷേ ശരീരം ഇങ്ങനെ ഉണങ്ങി ശോഷിച്ച് മസിലൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി ഈ കൃഷിക്കാരൻ്റെ മകൻ, ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ, മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോകുക 1 മണിക്കൂർ നേരം ഡെയിലി. അയാൾ മസിൽ ബിൽഡ് ചെയ്യും. രണ്ടുപേരും ചെയ്യുന്നത് അധ്വാനമാണ്. ഒരാൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്, മറ്റേയാൾ അത്ര തന്നെ അധ്വാനിക്കുന്നില്ല. ഒരാളുടെ മസിൽ ബിൽഡ് ചെയ്യുന്നു, മറ്റേയാളുടെ മസിൽ നഷ്ടപ്പെടുന്നു. എന്താ കാരണം? അതാണ് മനോഭാവം. അപ്പോൾ കൃഷിക്കാരൻ ചെയ്യണം, അയ്യോ എനിക്ക് ഇത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുന്നല്ലോ, ഒന്നും സമ്പാദ്യമില്ലല്ലോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ വർക്ക് ചെയ്യണതെന്നൊക്കെ. അപ്പോൾ ഈ മനോഭാവം മാറി, നെഗറ്റീവായി. നേരെ ജിമ്മിന് പോണ ആളെന്താ? ഞാൻ 1 മണിക്കൂർ അധ്വാനിക്കുന്ന അയാൾ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും. കാരണം എന്താ? മസിൽ ബിൽഡ് ചെയ്യാൻ. അപ്പം മനോഭാവം മാറി. അപ്പോൾ അധ്വാനത്തിൻ്റെ ആധിക്യമാണോ മനോഭാവമാണോ കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മനോഭാവമാണ് ആദ്യം പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ മനോഭാവം ഇത് കംപ്ലീറ്റ് മാറ്റിക്കളയും. ഇന്ന് സയൻസ് തന്നെ അത് പ്രൂവ് ചെയ്തു. ജെനറ്റിക്സ് ആൻഡ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ ജനിതക മാറ്റം ഉണ്ടാക്കും. നമ്മൾ മുമ്പൊരിക്കൽ പറയണ്ടായി, ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ മോശം സാഹചര്യത്തിലാണെങ്കിൽ കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭൗതിക സാഹചര്യം ആന്തരികമായി ജനിതക മാറ്റം ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ ആന്തരികമായിട്ടുള്ള മനോഭാവവും ജനിതക മാറ്റം ഉണ്ടാക്കും. ഇപ്പോൾ നല്ല സാഹചര്യത്തിലാണെങ്കിലും ഈ ഗർഭിണിയായിട്ടുള്ള അമ്മയുടെ മനോഭാവം നെഗറ്റീവ് ആണെങ്കിലോ അപ്പോഴും ജനിതക മാറ്റം സംഭവിക്കാം. അപ്പോൾ ഇന്ന് ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാഹചര്യം കൊണ്ടുണ്ടാവുന്ന ജനിതക മാറ്റം എന്നുള്ളത് വളരെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്.
അപ്പം അതിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു വസ്തുതയാണ് എൻ്റെ ആന്തരികമായ മനോഭാവം എന്നിൽ ജനിതക മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മനോഭാവത്തിന് അത്രമാത്രം പ്രാധാന്യമാണ്. മറ്റൊരു ഉദാഹരണം മാസ്റ്റർ പറയുന്നത്, ഒരു ജയിൽ പുള്ളി, അദ്ദേഹം ജയിലിലാണ്. ജയിലിൻ്റെ ഓഫീസർ, ജയിലർ, അയാളും ജയിലിലാണ്. രണ്ടുപേരെയും മനോഭാവം എന്താണ്? ഒരാൾ അടിമത്വത്തിലാണ്, ബന്ധനത്തിലാണ് ജയിൽ പുള്ളി. ജയിലറോ, ജയിൽ ഓഫീസറോ അയാൾ ഫ്രീ ആണ്. രണ്ടാമതും പക്ഷേ ജയിലിലുള്ള. ഇത് മനോഭാവത്തിൻ്റെ വ്യത്യാസം. വേറെ ചില ആൾക്കാർ ഈ ലോകം മുഴുവൻ ജയിലായിട്ട് കാണണോ, അത് അവരുടെ മനോഭാവം. അപ്പോൾ ഈശ്വരൻ നമുക്ക് സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൗർഭാഗ്യവശാൽ. എന്തുകൊണ്ടാണ് ദൗർഭാഗ്യവശാൽ എന്ന് പറയണത്? ഈ സ്വതന്ത്രമായ ഇച്ഛാശക്തി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നമുക്ക് അറിയുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്താ നിങ്ങളിങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ, എനിക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും. പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തിനാണ്? മാസ്റ്റേഴ്സ് പറയുന്നത്, നിയമപരമായാലും ധാർമ്മികമായാലും പ്രകൃതി നിയമം അനുസരിച്ചും ഏതൊരു മനുഷ്യനും ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ധാർമ്മികമാവാം, നിയമപരമാവാം, പ്രകൃതി നിയമം അനുസരിച്ചാവാം, ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ആലോചിക്കാറുണ്ടോ അങ്ങനെ? അപ്പോൾ ചോദിക്കുക, എന്താണ് ശരിയായിട്ടുള്ള കാര്യം, എന്താണ് റൈറ്റ്? അത് നമ്മുടെ ഹൃദയം പറയും. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഹൃദയത്തിനോട് റെഫർ ചെയ്താൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമുക്കറിയാൻ പറ്റും. എങ്ങനെയത്? ഹൃദയവും മനസ്സും ചേർന്നിട്ടുള്ള ഒരു ഈ കാന്തിക മണ്ഡലമാണ് നമ്മുടെ ബോധം. അവിടെ ചിന്ത, ഫീലിംഗ്. മനസ്സ് ചിന്തിക്കുന്നു, ഹൃദയം ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ചിന്ത കറക്റ്റാണെങ്കിൽ നമ്മുടെ ഫീലിംഗ് കറക്റ്റായിരിക്കും. ഹൃദയം ഹെവി ആണെങ്കിലോ ഒരു ചിന്ത കൊണ്ട്, അതിൻ്റെ അർത്ഥം ചിന്ത തെറ്റാണ്. അങ്ങനെയാണ് ശരിയും തെറ്റും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ പല സമയത്ത് നമ്മുടെ മനസ്സ് പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സ് പരസ്പര വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് വേണം? മനസ്സിനെ ക്രമീകരിക്കാൻ നമ്മൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ക്രമീകരിക്കപ്പെട്ട മനസ്സ് ഹൃദയവുമായിട്ടുള്ള സമന്വയത്തിൽ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് നമുക്ക് പറഞ്ഞു. അപ്പോൾ ഒരു യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്താ ചെയ്യുക? അദ്ദേഹം പറയുന്ന സാധനാ പദ്ധതി കുറച്ച് നാൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നെങ്കിൽ ഈ പാത ശരിയാണ്. മറ്റൊന്ന്, ആധ്യാത്മിക പരിശീലനത്തിന് ഈ ഗുരു എന്തെങ്കിലും തരത്തിലുള്ള ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഈ ആധ്യാത്മിക സമ്പ്രദായം തെറ്റാണ്. കാരണം ആധ്യാത്മിക പരിശീലനം പരിപൂർണമായിട്ട് ഫ്രീ ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയാലും നമ്മുടെ ഹൃദയം എന്താണ് നമ്മളോട് പറയുന്നത്, അതാണ് നമ്മൾ അനുസരിക്കുക. ഇതാണ് അദ്ദേഹം യഥാർത്ഥ ഗുരു, യഥാർത്ഥമല്ലാത്ത ഗുരു എന്ന് എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതിനെ മറുപടിയായിട്ട് പറഞ്ഞു. വളരെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ഐഡിയ. നമ്മളെല്ലാവരും ഈ മാർഗത്തിൽ വന്നെങ്കിലും നമ്മൾ പലതരത്തിലുള്ള ബോധത്തിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടാവുക. ഇതൊക്കെ നമുക്കും ബാധകമാണ് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ അനുകമ്പ, ദയ, കരുണ എന്നൊക്കെ പറയുമ്പോൾ പല സമയത്തും അതൊരു വൈരുദ്ധ്യമായിട്ട് അനുഭവപ്പെടും. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എപ്പോൾ നോക്കിയാലും നിറച്ച് കൊതുകുകളുണ്ടാവും. ചില അഭ്യാസികൾ ചോദിക്കാറുണ്ട്, കൊതുകിനെ അടിച്ച് കൊല്ലാൻ പാടുണ്ടോ? അത് അഹിംസയല്ലേ? അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ഗാന്ധിയുടെ അഹിംസയേക്കാൾ മേലെയാണ് അനുകമ്പ എന്ന് പറയാൻ കാരണം. അഹിംസയ്ക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊതുകിനെ അടിച്ചു കൊന്ന അഹിംസയല്ലേ? അപ്പോൾ അങ്ങനെ പറ്റുമോ? പക്ഷെ അതിനെ അടിച്ചു കൊന്നില്ലെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഡെങ്കിപ്പനി വരും, ചിലപ്പോൾ മരിച്ചു പോവാം. അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അതിന് ചോദിക്കാറുണ്ട് ചോദ്യം ഇല്ലേ? എന്താണ് അതിന് ഉത്തരം?
അപ്പോൾ അതാണ് അദ്ദേഹം രണ്ടാമത് ചോദിക്കുന്നത്, അനുകമ്പ, ദയ, സ്നേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞത് വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. താഴ്ന്ന ബോധത്തിൻ്റെ താഴ്ന്ന ലെവലിലുള്ള ജീവികൾ ബോധത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ജീവികൾക്ക് വഴിമാറി കൊടുക്കേണ്ട അനിവാര്യത. അപ്പോൾ ബോധത്തിൻ്റെ ഉയർന്ന തലത്തിനെ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെയാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അതിൽ ബോധത്തിൻ്റെ ഉന്നതമായിട്ടുള്ള തലം എന്താണെന്ന് മനസ്സിലാക്കി അതിനെയാണ് രണ്ടും സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കൊതുക് അടിക്കുമ്പോൾ അതിനെ അടിക്കണോ അടിക്കേണ്ടതല്ല ചോദിച്ചത്. ഒരു സിംഹം നിങ്ങളെ ആക്രമിക്കാൻ വരാതെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ പറയുമോ ഞാൻ ഹിംസാവാദിയാണ്, സിംഹം എന്താ ചെയ്തോട്ടെ എന്ന് പറയാമോ? ഇല്ല. ഈ സിംഹത്തിന് വിടും. നിങ്ങളുടെ ഭാര്യ ഒരു കത്തിയെടുത്ത് നിങ്ങളെ കുത്താൻ വരണമെങ്കിലോ എന്ത് ചെയ്യും? ഭാര്യയല്ലേ കുത്തിക്കോട്ടെ. ഞാനാണെങ്കിൽ ഗാന്ധീശ്വരാണ് എന്ന് പറയോ? ഇല്ല. ഓ, അപ്പോൾ അവിടെ നമ്മളെ സ്വധർമ്മമുണ്ട്. നമ്മൾ ജീവനോടിരുന്നാൽ നമുക്ക് പരിണാമത്തിൽ പാതയിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബാബുജി മഹാരാജ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കടന്ന് നിങ്ങളുടെ ഭാര്യ ഉപദ്രവിക്കാതെ ഇരിക്കുക. ഇപ്പം നിങ്ങൾ പറയും ഞാൻ ഹിംസാവാദിയാണ്, അല്ലെങ്കിൽ ഞാൻ ധ്യാനം ചെയ്യുന്ന ആളാണ്, ഞാൻ ഒന്നിനും ഉപദ്രവിക്കില്ല എന്ന് പറയും. ബാബുജി മഹാരാജ് പറയുന്നത് അത് തികഞ്ഞ ഭീരുത്വമാണ്, ബുദ്ധിശൂന്യതയാണ്. അപ്പോൾ ഇയാളെ പിടിച്ച് പുറത്തെറിയേണ്ടത് അനിവാര്യമാണ്. ആ പ്രക്രിയയിൽ ചിലപ്പോൾ നമുക്ക് അയാളെ കൊല്ലേണ്ടി വന്നാൽ അതാണ് നിങ്ങളുടെ ധർമ്മം എന്നാണ് ബാബുജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അഹിംസ പ്രിൻസിപ്പിളിനെ അദ്ദേഹം അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നർത്ഥം അല്ലേ? ശരിയല്ലേ അത്? അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് കേൾക്കാൻ ഒരു അസഭ്യങ്ങളും ബാക്കിയില്ല. അതിൽ ഏറ്റവും വലിയ ഒന്ന് അദ്ദേഹം യുദ്ധക്കൊതിയനാണ്. അപ്പോൾ അദ്ദേഹം പാണ്ഡവന്മാരോട് പറഞ്ഞ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരത് വേണ്ടാന്ന് വയ്ക്കുമായിരുന്നു. പക്ഷേ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഹ്വാനം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അഹിംസാവാദികൾ കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭഗവാൻ എത്രമാത്രം അവസരങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു എന്തിനാ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ ഭാഗം നമ്മൾ ഓർക്കുന്നില്ല. അദ്ദേഹം പരിശ്രമിച്ചതിന് കണക്കില്ല. ആ പരിശ്രമത്തിലൊക്കെ അദ്ദേഹത്തിന് അവഹേളനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കൗരവന്മാരുടെ. അവസാനം പാണ്ഡവന്മാർ യുദ്ധത്തിന് തീരുമാനം എടുത്തപ്പോഴും അദ്ദേഹം ദൂതന് പോകാൻ തയ്യാറായി. അവസാനത്തായിട്ട് ഭഗവാൻ തന്നെ ദൂതനായിട്ട് പോവുക. എന്നിട്ടോ ഇവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. ഒരു കാര്യം ചെയ്യാം, പകുതി രാജ്യം കൊടുത്തോളൂ അതിനൊക്കെ, പാഞ്ചാലിയോട് മാപ്പും പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അത് സമ്മതിച്ചില്ല. ശരി, ഈ 5 പേർക്ക് 5 ഗ്രാമങ്ങൾ സ്വതന്ത്രമായിട്ട് കൊടുക്കും, മാപ്പും പറഞ്ഞോളൂ, പ്രശ്നം തീരുന്നു. അപ്പോഴും ദുര്യോധന ഒരുപാട് കിട്ടും അല്ലേ? അത് സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു 5 പേർക്ക് കൂടി 1 ഗ്രാമം ഫ്രീ ആയിട്ട് കൊടുക്കും. അതും ഇദ്ദേഹം സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു സമ്പത്തൊന്നും വേണ്ട, അതൊക്കെ പാണ്ഡവന്മാരെങ്കിലും ഉണ്ടാക്കിക്കോളും. പാഞ്ചാലിയുടെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി മാപ്പ് പറഞ്ഞാലും ധർമ്മപുത്രർ അത് ശിക്ഷയായിട്ട് കണക്കാക്കും ദുര്യോധനുള്ളത്. അത് ചെയ്താൽ മതി. അത് ചെയ്യാൻ തയ്യാറായി അദ്ദേഹം. ഇതിലും കൂടുതൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ആർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അതിന് ശേഷമാണ് യുദ്ധത്തിനുള്ള തീരുമാനം എടുക്കുന്നത് ഭഗവാൻ. അപ്പോൾ അവിടെ ദുര്യോധനെ വധിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലം പ്രയോഗിച്ച് ആ കുട്ടിയെ മണ്ണ് വാരുന്നതിൽ നിന്ന് എങ്ങനെ തടയണം? അത് ആ കുട്ടിയോടുള്ള കരുണയാണ്. അപ്പോൾ ദുര്യോധനെ കറക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പം അദ്ദേഹത്തിനോടുള്ള ഏറ്റവും വലിയ കരുണ. ഇനി ഇദ്ദേഹത്തിന് ഇങ്ങനെ അഴിച്ചുവിട്ടാൽ ഉണ്ടാവുക കൂടുതൽ അധർമ്മങ്ങൾ പ്രവർത്തിച്ച്
ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് അന്ധകാരത്തിൽ പോയി മൂടും. അപ്പോൾ ഇദ്ദേഹത്തിനോടുള്ള കരുണ എന്താണ്? ഇദ്ദേഹത്തിനെ വധിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഭഗവാൻ ഇതാണ് കറക്റ്റായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ ഭഗവാൻ മാത്രമല്ല, കുന്തി അദ്ദേഹത്തിൻ്റെ അച്ഛമ്മങ്ങളല്ലേ, പാണ്ഡവന്മാരുടെ അമ്മ. അവർ പറയേണ്ടത്, അവർ പറയുക ധർമ്മപുത്രരുടെ ഭാഗത്ത് വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് അപ്പോൾ തന്നെ കൗരവന്മാരെ വധിക്കേണ്ടതായിരുന്നു അവർ. 13 കൊല്ലം അത് ഡിലേ ആക്കി. ധർമ്മപുത്രരോടാണ് പറയുന്നത്, 13 കൊല്ലം ഇത് ഡിലേ ആക്കിയതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ, ഈ മഹത്തായ രാജ്യത്തിലെ ആളുകൾക്ക് അധർമ്മം സഹിക്കേണ്ടി വന്നു. അപ്പോൾ ധർമ്മപുത്രർ ഇത് തെറ്റാന്നാണ് പറയുന്നത്. അപ്പം തന്നെ ഇത് ഫിനിഷ് ചെയ്യണമെന്നാണ് കുന്തിയുടെ അഭിപ്രായം. അപ്പോൾ സ്ത്രീയല്ലേ, അഹിംസയെക്കുറിച്ചാണ് പറയണത്? അല്ല. അപ്പോൾ മാസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഹിംസ പരമോ ധർമ്മ എന്നുള്ളത് ശരിയാണ്, നല്ലതാണ്. പക്ഷേ ഹിംസയാണ് കൂടുതൽ മെച്ചപ്പെട്ടത്. എങ്ങനെ? അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇത് ധാർമ്മികമാണോ അധാർമികമാണോ, ഇവിടെ ഹിംസയാണോ അഹിംസയാണോ കൂടുതൽ ഹിതകരം തീരുമാനിക്കുന്നത്. ഫൈനൽ റിസൾട്ട് നോക്കിയിട്ടാണോ? അപ്പോൾ ഭഗവാൻ അതാ പറയണത്, ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി ചെയ്യുന്ന അധർമ്മങ്ങളും ധർമ്മത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ചെറിയ കാര്യമാണ് കൊതുകിനെ അടിക്കാൻ പറ്റുമെന്ന് ചോദിക്കണമെങ്കിലോ. പിന്നെ അവിടെ മാസ്റ്റർ പറയണത്, പ്രകൃതിയെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് എവല്യൂഷണറി പ്രോസസ്സ്, ഓട്ടോമാറ്റിക്കായിട്ടൊരു പരിണാമ പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും. അതായത് ചെറിയ ജീവികൾ വലിയ ജീവികളുടെ ഭക്ഷണമായിട്ട് വെച്ചിരിക്കുക അല്ലേ? അങ്ങനെ വരും. അങ്ങനെ വന്ന് മനുഷ്യൻ്റെ ലെവൽ വരെ പരിണാമം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. നമ്മുടെ റൂമി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള തത്വചിന്ത ഒരു കാവ്യാത്മകമായിട്ടിത് പറയുന്നുണ്ട്. അദ്ദേഹം പറയും, ഞാൻ മണ്ണായിരുന്നു ആദ്യം. മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ ലവണങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മരങ്ങൾ ഈ ലവണങ്ങളെ വലിച്ചെടുത്തപ്പോൾ ലവണങ്ങളായിരുന്ന ഞാൻ മരമായിട്ട് പരിവർത്തനം, കായ്കളായി, പുഷ്പങ്ങളായി, ഫലങ്ങളായി. ഈ കായ്കളെയും ഫലങ്ങളെയൊക്കെ പക്ഷികളും മൃഗങ്ങളും ഭക്ഷിച്ചപ്പോൾ മരമായിരുന്ന ഞാൻ പക്ഷികളും മൃഗങ്ങളുമായിട്ട് മാറി, മെച്ചപ്പെട്ടു. അനങ്ങാണ്ട് നിന്നിരുന്ന ഞാൻ ആകാശത്തിൽ പറക്കാൻ തുടങ്ങി, ഓടിച്ചാടി നടക്കാൻ തുടങ്ങി മൃഗങ്ങളെ പോലെ. ഇനി പക്ഷികളും മൃഗങ്ങളായിരുന്ന ഞാൻ മനുഷ്യരെന്നെ ഉപഭോഗവസ്തുവാക്കിയപ്പോൾ ഞാൻ മനുഷ്യനായി പരിണമിച്ചു. അപ്പോൾ ഈ ഓരോ മരണത്തിലും എനിക്ക് മെച്ചപ്പെടുകയാണോ ചെയ്തത് അതോ എനിക്ക് നഷ്ടപ്പെടുകയാണോ ചെയ്തത്? ഓരോ മരണത്തിലും ഞാൻ മെച്ചപ്പെട്ടു പോകേണ്ടായത്. അത് ഈ ആഹാര ശൃംഖലയെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ, ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ പരിണാമ പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ താഴ്ന്ന നിലവാരത്തിലുള്ള ജീവികൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും അതിനെ പിടിച്ചു തിന്നാൻ വരുന്ന ജീവിയെക്കുറിച്ച്. അതിന് ഭയം ഉണ്ടാവും. ഭയം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആയിട്ടുള്ള മെഡിറ്റേഷനാണ്. അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കണം. ഒരു തവള പാമ്പിൻ്റെ നേരെ മെഡിറ്റേറ്റ് ചെയ്യണം, അത് എപ്പോഴാണ് വരുന്നത്? ആ മെഡിറ്റേഷനാണ് ആ ജീവിയെ ഇതിനോട് ആകർഷിക്കുന്നത്. അപ്പോൾ തവളയെ പാമ്പ് വിഴുങ്ങും. അപ്പോൾ തവള എന്നുള്ളത് പാമ്പായിട്ട് പരിവർത്തനം ചെയ്തു പോകും. പാമ്പിനെയോ ഗരുഡൻ കൊത്തി 3-4 കഷ്ണങ്ങളാക്കിയിട്ട് വിഴുങ്ങുക. അപ്പോൾ ഈ പാമ്പ് ഗരുഡനായിട്ട് പരിവർത്തനം ചെയ്യും. അപ്പോൾ ഒന്ന് വേറൊന്നിൻ്റെ മേലെ ഓട്ടോമാറ്റിക്കായിട്ട് ധ്യാനിക്കുന്ന ഒരു ആഹാര ശൃംഖലയുണ്ട്. അപ്പോൾ അവിടെ അഹിംസ ആണോ? അല്ല. അപ്പോൾ മനുഷ്യൻ്റെ ലെവൽ വരെ അതാലോചിക്കണം നമ്മൾ. നമ്മളെ പിടിച്ചതിനായാലും ഉന്നതമായിട്ടുള്ളൊരു ജീവി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ ലെവലിൽ മനസ്സിലാക്കണം എന്താണ്, അവിടെ നിന്നുള്ള പരിണാമം ഈ രീതിയിലല്ല. പിന്നെയോ മനുഷ്യൻ്റെ ലെവലിലെത്തിയപ്പോൾ ഈശ്വരൻ അദ്ദേഹത്തിനെ പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു.
ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും കൊടുത്തു മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്തത്. ബുദ്ധിശക്തി എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ. ഇച്ഛാശക്തിയോ ശരി ചെയ്യാനും തെറ്റ് ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞത് മനുഷ്യൻ ഇതുവരെയുള്ള പരിണാമ പ്രക്രിയ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞു. ആഹാര ശൃംഖല മനുഷ്യൻ ഉന്നതമായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ നേരെ ധ്യാനിച്ചാൽ എന്താണത്? ഗുരു നമ്മളെ ഉപഭോഗ വസ്തുവായി അദ്ദേഹമായിട്ട് മാറും. അപ്പോൾ ബാബുജി മഹാരാജ് പറയും, നിങ്ങൾക്ക് ഉന്നതമായ ദിവ്യമായ അവസ്ഥയെക്കുറിച്ച് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മാലാഖമാരാവാം, ദിവ്യത്വത്തിലേക്ക് പോകാം. ഇങ്ങനെയാണ് പരിണാമ പ്രക്രിയ നടക്കുന്നത്. ഇതാണ് അഹിംസാതത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കൂടുതൽ കൂടുതൽ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. അപ്പോൾ അടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചത്, ഒരുപാട് ആധ്യാത്മിക സമ്പ്രദായങ്ങളുണ്ട് ഈ ലോകത്തിൽ. ഹാർട്ട്ഫുൾനെസ്സിനെ മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ്. പ്രസക്തമായ ചോദ്യമല്ലേ? നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരവും വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളാണ് ആധ്യാത്മിക സമ്പ്രദായങ്ങളെയും സൃഷ്ടിക്കുന്നത്. സാഹചര്യവും കാലഘട്ടവും അതിനനുസരിച്ചാണ് ആധ്യാത്മിക സമ്പ്രദായങ്ങൾ രൂപപ്പെടുന്നത്. കഴിഞ്ഞ 10,000 വർഷങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ തത്വചിന്തയിലും ലോകത്തിലെ തത്വചിന്തകളിലൊന്നും കാര്യമായ ഒരു മാറ്റം വന്നിട്ടില്ല. ഒരേ സാധനങ്ങളാണ്. അപ്പോൾ പാരമ്പര്യത്തിലും പഴയ കാര്യങ്ങളിലും മനുഷ്യന് അഭിമാനം കൊള്ളുകയാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനം. അതാണ് യുദ്ധത്തിൽ കലാശിച്ച മഹാഭാരതത്തിൽ. അപ്പോൾ പാരമ്പര്യത്തിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് സാധനമാണ് അല്ലേ? പരസ്പര വൈരുദ്ധ്യമില്ലേ അത്? അതെ, ഏറ്റവും ലേറ്റസ്റ്റ് വേണം നമുക്ക്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ആധ്യാത്മിക സമ്പ്രദായങ്ങളിൽ ബുദ്ധിസം ഒരു നിർവ്വാണം എന്നാണ് അതിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ ഭഗവത്ഗീതയിൽ അതിനെ സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഒരു താമര പോലെ, ലോട്ടസ് മാതിരി ചുറ്റുള്ള സാഹചര്യങ്ങളൊന്നും ബാധിക്കാതെ, അഴുക്കിലാണ് നിൽക്കണമെങ്കിലും ഈ അഴുക്കൊന്നും അതിനെ ബാധിക്കില്ല. അതിനാണ് താമര, സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. കബീർ ദാസ് ബാബുജി മഹാരാജ് പോലത്തെ അദ്ദേഹം എന്താ പറയുക, ആത്യന്തികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു മഴത്തുള്ളി സമുദ്രത്തിൽ വീണ് സമുദ്രമായി മാറും. അപ്പോൾ മഴത്തുള്ളി സമുദ്രത്തിൽ വീണ് കഴിഞ്ഞാൽ അതിന് തിരിച്ചു വന്ന് പറയാൻ പറ്റില്ല ഞാൻ സമുദ്രമായി മാറിയെന്ന്. മാസ്റ്റർ പറയാം, ഒരു ആധ്യാത്മിക പുരോഗതി നേടിയ ആൾക്ക് ഒരിക്കലും നമ്മളോട് പറയാൻ പറ്റില്ല ഞാൻ നേടിയെന്നുള്ളത്. നേടിയെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുമോ, നേടിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആധ്യാത്മിക പുരോഗതി നേടിയോ എന്ന് ആരോടെങ്കിലും ചോദിക്കുന്നത് തികഞ്ഞ ബുദ്ധിശൂന്യതയും. അല്ല, ഈ അവസ്ഥയിൽ നമുക്കത് പറയാൻ സാധ്യമല്ല. മഹാവീരൻ അതിനെ കൈവല്യം എന്നാണ് പറയുന്നത്. കേവല തത്വം, ആത്മാവ്, അതാണ് പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്നതെന്ന് പറയും. ഇതൊക്കെയാണ് ആധ്യാത്മിക സമ്പ്രദായങ്ങൾ. പക്ഷേ ഈ ഒരു സമ്പ്രദായത്തിൽ പോലും ഇതെങ്ങനെ നേടിയെടുക്കാമെന്ന് പറയുന്നില്ല. എന്താണ് ഇതിന് വഴി, എങ്ങനെ എന്നുള്ളതിന് മറുപടി പറയും. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രാധാന്യം. എന്താണ്? വളരെ ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മളോട് പറയുന്നു. ആധ്യാത്മിക പുരോഗതിയുടെ ഒരു മോണോഗ്രാഫ് എങ്ങനെയാണ്? ഹൃദയമണ്ഡലം, മനോമണ്ഡലം, കേന്ദ്രമണ്ഡലം. ഹൃദയമണ്ഡലത്തിൽ 5 വലയങ്ങൾ. അതെന്തൊക്കെയാണ്? അതിൻ്റെ പരസ്പര വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് പറയും. അതിനെ മറികടക്കാൻ എന്താണ് വഴിയെന്ന് പറയും. മനോമണ്ഡലത്തിലെത്തുമ്പോൾ അവിടെയുള്ള വൈരുദ്ധ്യം എന്താണെന്ന് പറയുന്നു. അവിടെ 11 വലയങ്ങളുണ്ട്. കേന്ദ്രമണ്ഡലത്തിലെത്തുമ്പോൾ അവിടെ 7 വലയങ്ങൾ വേറെ. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഓരോ സ്റ്റെപ്പിലും ബോധത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് നിരന്തരം പുരോഗമിക്കുന്ന
ഒരു മനോഹരമായിട്ടുള്ള പദ്ധതി, അതും പ്രായോഗികമായ പദ്ധതി നമ്മളോട് പറയണം ഹാർട്ട്ഫുൾനെസ്, അല്ലേ? ഹാർട്ട്ഫുൾനെസ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും അതിൻ്റെ ആ മഹാഗുരുക്കന്മാരുടെ പ്രതിഭ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ബോധത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കുള്ള ഷിഫ്റ്റ് അല്ലെങ്കിൽ പരിവർത്തനം നമ്മളോട് പറയണം. എന്താണ് ബോധം? പലർക്കും എന്താണ് ബോധം തന്നെ അറിയില്ല. അതോ ബോധം എന്ന് പറഞ്ഞാൽ ബോധം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ബോധം എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ബോധം തന്നെയാണ് ജീവിതം. പക്ഷേ അതിൽ നമുക്ക് എത്രമാത്രം ബോധം ഉണ്ടെന്നുള്ള കാര്യമുണ്ട്, അവബോധം എന്ന് പറയും. അതിൽ എത്രമാത്രം ഉണർവ് എനിക്കുണ്ട് ജനറലായിട്ടുള്ള ബോധത്തിൽ. അതായത് കോൺഷ്യസ്നെസ്, അവെയർനെസ് പറഞ്ഞാൽ ഞാൻ എത്രമാത്രം ഇതിൽ അവെയറാണ്, ഉണർവുണ്ട്. അപ്പോൾ ഞാൻ എത്രമാത്രം അവെയറാണെന്ന് പറഞ്ഞാൽ ഞാൻ ബോധവാനായിട്ടുള്ള ഏരിയയുണ്ട്, ബോധവാനല്ലാത്ത മേഖലയുണ്ട്. അപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ബോധത്തിൻ്റെ അവബോധവും നമ്മളറിയാത്ത ബോധത്തിൻ്റെ മേഖല. അപ്പോൾ എപ്പോഴും ഉന്നതമായിട്ടുള്ള ബോധത്തിൻ്റെ മേഖലയിൽ നിന്നായിരിക്കണം നമ്മളുടെ ഗുരുവിൻ്റെ സേവനം എപ്പോഴും നമുക്ക് ലഭ്യമാവാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. നമ്മളൊരാളെ സഹായിക്കുകയാണെങ്കിലും ബോധത്തിൻ്റെ ഉന്നതമായ മേഖലയിൽ നിന്നായിരിക്കണം ആ സഹായം. അപ്പോൾ ബാബുജി മഹാരാജ് പറയേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള ബോധത്തിൻ്റെ തലത്തിൽ ഒരാൾ മനസ്സിലാക്കുന്ന വസ്തുത എന്താണ്? എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മനും മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ആത്മനും ഒന്നാണ്. അപ്പോൾ മറ്റുള്ളവരെയും ഞാനായിട്ട് കാണാൻ തുടങ്ങും. അപ്പോൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എങ്ങനെ എന്നെ സംരക്ഷിക്കേണ്ടതുണ്ടോ അതുപോലെ മറ്റുള്ളവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന അവബോധം. അപ്പോൾ അതാണ് ആ ബോധത്തിൻ്റെ ഏറ്റവും വികസിച്ച അവസ്ഥ. അപ്പോൾ എപ്പോഴും സേവനം, ഇപ്പം നമ്മൾ പലതരത്തിലുള്ള സന്നദ്ധ സംഘടനകളുണ്ട് മനുഷ്യരെ സഹായിക്കുന്നത്. അപ്പോൾ ബാബുജി മഹാരാജിനെ കുറിച്ച് അത് നമ്മുടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കലും, വസ്ത്രങ്ങളില്ലാത്തവർക്ക് അത് കൊടുക്കലും, വീടില്ലാത്തവർക്ക് അത് കൊടുക്കലും, ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അതൊരു സേവനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതായത് നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ എൻ്റെ ഉത്തരവാദിത്വത്തിന് ഞാൻ എങ്ങനെ സേവനം എന്ന് പറയാൻ പറ്റും? സാധ്യമല്ല. അപ്പോൾ സേവനം എപ്പോഴും ഉന്നതമായിട്ടുള്ള ലെവലിലാണ്. നമ്മളൊരാളുടെ ആവശ്യം കണ്ടാൽ നമുക്ക് അനുകമ്പ ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണം, മറ്റാളുടെ വേദന. ആ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആ ആക്ഷനിലേക്ക് നമ്മൾ പോകണം. അതാണ് അനുകമ്പ. നമുക്ക് ചെയ്യാൻ നിസ്സഹായനാണെങ്കിലോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോഴും ഉന്നതമായ തലത്തിലാണ്. എപ്പോഴും സേവനം ഉന്നതമായിട്ടുള്ള ലെവലിലായിരിക്കണം എന്ന് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയയാണ്. കാരണം ഈ സാമൂഹ്യ സേവനം അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട്, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഉന്നതമായ സേവനം എന്താണെന്ന് ആലോചിക്കണം. അതിന് ദാജി ഒരു എക്സാമ്പിൾ പറയുകയാണ്. അദ്ദേഹം ചെറുപ്പമായിട്ടിരിക്കും, 10-20 വയസ്സുള്ള സമയത്ത് ഷാജഹാൻപൂരിൽ പോയപ്പോൾ ആശ്രമത്തിൽ അദ്ദേഹം ടോയ്ലറ്റ്സൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു, മാസ്റ്റർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാബുജി മഹാരാജിൻ്റെ അടുത്ത് വന്നപ്പോൾ ബാബുജി ഏതോ രീതിയിൽ മനസ്സിലാക്കി ഇദ്ദേഹം ഈ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, കണ്ടിട്ടല്ല. ആ ബാബുജി മഹാരാജ് ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ബോധത്തിൻ്റെ തലം അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, കഴിവ്, സാമർഥ്യം അതിനനുസരിച്ചായിരിക്കണം സേവനം ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതല്ല, ജനറലായിട്ട് ബാബുജി പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്താ പറഞ്ഞു വരുന്നത് വെച്ചപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം റോഡ് അടിച്ചു വരല്ല വേണ്ടത്, ഡോക്ടർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക വേണ്ടത്. ഒരു അധ്യാപകനോ അധ്യാപികയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക വേണ്ടത്, അത് കുറച്ചും കൂടി ഉയർന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കഴിവും സാമർഥ്യം ബോധത്തിൻ്റെ ഉണർവും അനുസരിച്ചായിരിക്കണം നമ്മൾ കൊടുക്കുന്ന സേവനം. ഇനി ഒരു സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇപ്പം ടോയ്ലറ്റ് കഴുകേണ്ടി വന്നാൽ
നമ്മുടെ അഹങ്കാരം അതിൽ ഇട വന്നിട്ട് അയ്യോ ഈ മാതിരി പണിയൊന്നും ഞാൻ ചെയ്യില്ല എന്നും പറയാൻ പാടില്ല. ഇപ്പോൾ സേവനത്തിന് ഇടപെടുന്ന ചില വസ്തുതകളാണ് ഈ അഹം എന്നുള്ള ബോധം. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇവിടെ. ഇവിടെ പറയണത് എന്താണ്? ഉന്നതമായ തരത്തിലുള്ള സേവനമാണ് ഏറ്റവും മഹത്തായത്. അപ്പം അദ്ദേഹം പറയണ ഏറ്റവും ഉന്നതമായിട്ടുള്ള സേവനം എന്താണ്? ഏറ്റവും ഉന്നതമായിട്ടുള്ള സേവനം എന്ന് പറയുന്നത് ഒരാളെ അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കലാണ്. അല്ലേ? അതായത് മോക്ഷപ്രാപ്തിയിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അല്ലെ അതിൻ്റെ മാർഗം അദ്ദേഹത്തിന് നിർദ്ദേശിക്കുക പ്രായോഗികമായിട്ടെങ്കിൽ അതാണ് ഉത്തമമായിട്ടുള്ള മാർഗമല്ലേ? അപ്പോൾ അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ സേവനം എന്ന് പറയുന്നത്. ഒരു സാധാരണ ബോധത്തിൻ്റെ തലത്തിലുള്ള ഒരാളെ ഉന്നതമായ ബോധത്തിൻ്റെ ലയാവസ്ഥ വരെ ഉയർത്താവുന്ന ഒരു ആധ്യാത്മിക പദ്ധതിയാണ് ഹാർട്ട്ഫുൾനെസ്. അതാണ് മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് സാധിച്ചെടുക്കുന്നതോ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത സംപ്രേഷണം. അപ്പോൾ സംപ്രേഷണം എന്നുള്ള ഈ പ്രത്യേകത കൊണ്ട് ബോധത്തിൻ്റെ ഉന്നതമായ ലെവലിലേക്ക് ഒരാളെ ഉയർത്തുന്ന സേവനമാണ് ഹാർട്ട്ഫുൾനെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ട വിഷയങ്ങളാണത്. അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു. ഒരുപാട് ആധ്യാത്മിക സമ്പ്രദായങ്ങളുടെ ആർട്ട് ഓഫ് ലിവിങ് അദ്ദേഹം പേരെടുത്ത് തന്നെ പറഞ്ഞു, ഇന്നർ എഞ്ചിനീയറിങ്, ഇവരൊക്കെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുകളുണ്ട് ഇതിലൊക്കെ. ഈ ഓരോ കോഴ്സുകൾക്കും അതിങ്ങനെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകുന്തോറും അതിൻ്റെ ഫീസും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? പിന്നെ ഇപ്പോൾ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഹയസ്റ്റ് സേവനത്തിന് ഇവിടെ ഫീസില്ല, ആധ്യാത്മിക സേവനം ഫ്രീ ആണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നത് ഈ സമ്പ്രദായങ്ങളൊക്കെ ഓരോ കോഴ്സുകൾക്ക് ഇങ്ങനെ ചാർജ് ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ് ഫ്രീ ആണ്, അത് കൊണ്ടാണ് പറയുമ്പോൾ സേവനത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ളതാണ്. അപ്പം അതെന്താണെന്ന് ചോദിച്ചു. അപ്പം അതിന് മാസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം അനുസരിച്ച് ആത്മീയമായിട്ടുള്ള സേവനങ്ങൾ സൗജന്യമാണ്, ബ്രഹ്മവിദ്യ ഫ്രീ ആണ്. ഇത് നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യമാണ്. നമുക്കറിയാം ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ എങ്ങനെയാണ് ഗുരുവിന് ശിഷ്യനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചിട്ടാണ് പഠിക്കുക, അതും ഗുരുവിൻ്റെ ചിലവിൽ, അല്ലേ? അപ്പോൾ ബ്രഹ്മവിദ്യ ഫ്രീ ആണ്. ബാബുജി മഹാരാജിൻ്റെ ഒരു ഉദാഹരണം പറയാം. മാസ്റ്റർ ഒരിക്കൽ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് സത്സംഗം കണ്ടക്ട് ചെയ്ത് ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോറിനർ ഒരു $50 എടുത്ത് ബാബുജിക്ക് നീട്ടി. എന്താണെന്ന് വെച്ചു, ബാബുജി $50 കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പറഞ്ഞത് ചാരജി ഉണ്ട് കൂടെ, സെക്രട്ടറി. അപ്പോൾ പറഞ്ഞത് $50 വലിയ എമൗണ്ട് ആണെന്നുള്ളത്. എന്തിനാ ചോദിച്ചാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് ലിബറേഷനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നു, എനിക്കത് ഫീൽ ചെയ്യണമുണ്ട് ഉള്ളിൽ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടില്ല, അതിന് ഞാൻ ഫീസ് തരുന്നതാണോ? അപ്പം ബാബുജി മഹാരാജ് പറഞ്ഞത് വളരെ പ്രസക്തമെന്ന് പറഞ്ഞു. എന്താ ബാബുജി മഹാരാജ് പറഞ്ഞത്? ഈശ്വരൻ വിൽപ്പന വസ്തുവല്ല. ഈശ്വരൻ വിൽപ്പന വസ്തു ആണെങ്കിൽ എത്രയാണ് നമ്മളതിന് പ്രതിഫലം ഇടുക, എത്ര വിലയിടുക? അതിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാത്തിനും ഒരു പ്രൈസ് ടാഗ് ഇല്ല, അത് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ഈശ്വരന് എത്രമാത്രം നമുക്ക് വിലയിടാൻ പറ്റുമോ? ഇല്ല. ഇനി അഥവാ വിലയിട്ടു, ആ വില കൊടുക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരന് എന്താണ് ആവശ്യം? ഒരു സാധനം വാങ്ങാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വാങ്ങുന്ന വസ്തുവിനാണോ നിങ്ങൾക്കാണോ പ്രാധാന്യം? അപ്പം അതുകൊണ്ട് ബ്രഹ്മവിദ്യ ചെയ്യാം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ രീതി എന്താണ്? ബ്രഹ്മവിദ്യ മുഴുവൻ ഫ്രീ ആണ്. നമ്മുടെ എല്ലാ ആശ്രമങ്ങളിലും താമസവും ഭക്ഷണവും ഫ്രീ ആണ്. അവിടെ പലതരം പ്രോഗ്രാംസിന് നമുക്ക് വോളണ്ടറി ആയിട്ട് ഡൊണേഷൻസ് കൊടുക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ മാസ്റ്റർ പറയണ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യാൻ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം.
നിങ്ങൾക്ക് സംഭാവന ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഈ ഫെസിലിറ്റീസ് നിങ്ങൾ എൻജോയ് ചെയ്തോളൂ ഫ്രീ ആയിട്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർക്ക് ഫ്രീ. ഇപ്പോൾ സേവനത്തിൻ്റെ ഗുണനിലവാരത്തിന് സാമ്പത്തിക ഉപാധിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കോഴ്സുകളുടെ ഗ്രഡേഷൻ അനുസരിച്ചുള്ള ഫീസോ അങ്ങനെ ഒന്നും ഹാർട്ട് ഫിറ്റ്നസ്സിൽ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി അദ്ദേഹം ചോദിച്ചു, മറ്റ് ആധ്യാത്മിക സമ്പ്രദായങ്ങൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ആളുകളുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ദാജു പറഞ്ഞു, എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം ഒന്നാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം, താമസ സ്ഥലത്തിനൊക്കെ മിനിമം ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരാൾ 2 ലക്ഷം രൂപ കൊടുത്തു ആധ്യാത്മിക പുരോഗതി നേടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾക്ക് ഒരുമിച്ച് നിൽക്കുക. ഇത് ഈ കോഴ്സുകൾ കൂടെയൊക്കെ കടന്നുപോയി. കോഴ്സുകളുടെ അവസാനം അദ്ദേഹത്തിന് ഫീൽ ചെയ്തു ഒന്നും ശരിയായിട്ടില്ല, എനിക്ക് ഒന്നും നേടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാസ്റ്റർ ചോദിക്കുന്ന ഈ 2 ലക്ഷം രൂപ പോലും തിരിച്ചു കൊടുക്കുമോ? ഈ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുക. അപ്പോൾ അതിനും ആന്തരികമായിട്ടുള്ള വലിയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചു, അതായത് ഈ ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ പൊതുവെ ലളിത ജീവിതം നയിക്കണമെന്നല്ലേ നമ്മൾ സാധാരണ പറയുക. ഇദ്ദേഹം കാൻഹയിൽ വന്ന് കാൻഹ മുഴുവൻ വിസിറ്റ് ചെയ്തിട്ടാണ് ദാജിയുടെ വീട്ടിലിരുന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങയുടെ കാറ് കണ്ടു, വലിയ കാറ് ദാജിയുടെ, വലിയ വീട്, എല്ലാ തരത്തിലുള്ള ലക്ഷറി ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ആധ്യാത്മിക ഒരു ലളിത ജീവിതം നയിക്കേണ്ടത് അനിവാര്യമല്ലേ? ഇതെനിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. അതൊക്കെ നമ്മുടെ ആർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിനോട് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞാനത് ആലോചിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ പ്രസക്തമാണ് നമുക്ക് എല്ലാവർക്കും. അദ്ദേഹം പറഞ്ഞു, ലാളിത്യം, സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള വസ്തുതയാണ്, ഭൗതികമായിട്ടുള്ള വസ്തുതയല്ല. ലാളിത്യം നിങ്ങളുടെ മനോഭാവത്തിനും ചിന്തയിലാണ് വേണ്ടത്, ബാഹ്യമായിട്ടുള്ള സുഖസൗകര്യങ്ങളിലല്ല അത് വേണ്ടത്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു, ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എപ്പോഴും ഉയർത്തി പറയുന്ന ഒരു വ്യക്തിത്വം പുരാണങ്ങളിലെ ജനക മഹാരാജാവാണ്. അദ്ദേഹത്തിനെ രാജഋഷി എന്ന് പറയുക. രാജാവും ഋഷിയും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സാണ് അദ്ദേഹം. അപ്പോൾ രാജാവിനെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, പക്ഷേ ഋഷിയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക നില. ഈ ജനക മഹാരാജാവിന് മാത്രമേ അങ്ങനത്തെ ഒരു സ്ഥാനം നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന് വിദേഹൻ എന്നാണ് പറയുക, അതായത് ശരീരമില്ലാത്ത ആളെ പോലെയാണ് അദ്ദേഹം, ആത്മാവ് മാത്രമാണ്. ആ വിദേഹൻ എന്ന അദ്ദേഹത്തിന് പേരുള്ളതുകൊണ്ടാണ് സീതയ്ക്ക് വൈദേഹി എന്നുള്ള പേര് വന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജനക മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വിട്ട് സാധാരണ ആൾക്കാരെ കൂടെ പോയി ജീവിക്കണം എന്നാണോ എന്ന് പറയട്ടെ. ജനങ്ങൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആന്തരികമായിട്ടുള്ള വിരക്തിയാണ് വേണ്ടത്. ബാഹ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ല. വിരക്തിയാണ് ആന്തരികമായിട്ട് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സംഭവിക്കണ എങ്ങനെയാ അറിയോ? നമ്മൾ ഈ സ്നേഹം കൊണ്ടല്ല നമ്മളുള്ള വിരക്തി വരുന്നത്, ദേഷ്യം കൊണ്ടാണ് അല്ലേ? അതുകൊണ്ട് വിരക്തി എന്നുള്ളതിന് വൈരാഗ്യം എന്നുള്ളൊരർത്ഥം കൂടിയിട്ട് ദേഷ്യം. അപ്പോൾ അദ്ദേഹം പറയണത്, ഇപ്പോൾ നമ്മൾ ഒരാൾ പറയും എൻ്റെ സുഹൃത്തായിരുന്നു ആൾ, പക്ഷേ ഇപ്പോൾ അയാളുടെ കാര്യങ്ങളൊന്നും ശരിയല്ല, എനിക്ക് ദേഷ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ അയാളോട് വിരക്തി, ഞാൻ അയാളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയും. മാസ്റ്റർ അത് റോങ്ങാണ്. നമ്മൾ പറയേണ്ടത്, എനിക്ക് അയാളോട് വളരെ സ്നേഹമാണ്, എങ്കിലും ഞങ്ങൾ തമ്മിലൊരു അകലം പാലിക്കുന്നു സ്നേഹത്തോടെ എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നമ്മൾ എവിടെ ജീവിക്കുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന താമര പോലെയാണ്. സാഹചര്യങ്ങളൊന്നും ആന്തരികമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നില്ല.
അപ്പോൾ ഈ വിരക്തി എന്ന് പറയുന്നത് ആന്തരികമാണ്, ബാഹ്യലാവും. ഉദാഹരണത്തിന് പലപ്പോഴും നമ്മുടെ ബാബുജി മഹാരാജിൻ്റെ ഒരു പറയാറുണ്ട്, ഒരിക്കൽ അദ്ദേഹം വിദേശ യാത്ര പോയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഊക്കയാണ്. നമുക്കറിയാം, അതാണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി. ഒരിക്കൽ യാത്രയിൽ ഫ്ലൈറ്റിൽ ഈ സാധനം നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ബാബുജി, ഈ യാത്രയിൽ നമ്മുടെ ഉക്ക ഉണ്ടായിരുന്ന പെട്ടി താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു, കുറച്ച് ദിവസം കഴിയുക, അതെല്ലാം നമ്മൾ ട്രേസ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാമെന്നോ. ബാബുജി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അയ്യോ, അതില്ലാണ്ട് ഞാനെങ്ങനെ ജീവിക്കാന്ന് അദ്ദേഹം പറയുന്നില്ല. അത്രയും ഒരു ഈ മാസ്റ്റേഴ്സ് മുഴുവൻ അങ്ങനെയാണ്. എത്ര ലാളിത്യത്തോടു കൂടിയുള്ള സാഹചര്യം. ഒരിക്കൽ അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഫ്ലാറ്റിൽ എല്ലാ സൗകര്യങ്ങളോടു കൂടിയിട്ടുള്ള ഒരു ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്ലാറ്റിൽ മുഴുവൻ ഈ വൈഫൈയും പിന്നെ ഹൈ ലെവലിലുള്ള എല്ലാം അദ്ദേഹം താമസാക്കിയത്. അപ്പോൾ ഈ വൈഫൈയുടെ ഇത് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആശ്രമത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആശ്രമത്തിൽ ഒരു റൂമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറാം, ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ആശ്രമത്തിലെ വീടുകളൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. ആലുവ ആശ്രമത്തിലെ വേഗം ഒരു റൂം അറേഞ്ച് ചെയ്തു. ആ റൂം കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെടും. ആശ്രമം ഒരു ചെറിയ റൂം, എയർ കണ്ടീഷൻഡ് മാത്രം. ആ റൂമിൽ അദ്ദേഹം 3 ദിവസം താമസിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രോബ്ലം മാറി, തലവേദനയൊക്കെ മാറി. സെക്കൻഡ് ഡേ നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ റൂം റെഡി ആക്കിയിട്ട് വന്നു. മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ ഒരു റൂം റെഡി ആയിട്ട് നമുക്ക് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാവും. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഈ ട്രിപ്പ് കഴിയുന്നവരെ എന്നെ ഇവിടുന്ന് പുറത്തെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ തന്നെ താമസിച്ചു. അന്ന് ആലുവയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ റൂമിൽ അദ്ദേഹം. അപ്പോൾ എത്രയോ ഉന്നതമായിട്ടുള്ള ലെവലിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പക്ഷേ വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കേണ്ടി വരും. അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ വിരക്തി കൊണ്ട്. ഇതിനെയാണ് ശരിയായിട്ടുള്ള വിരക്തി അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അത് എല്ലാ മാസ്റ്റേഴ്സിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിരക്തി എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള സംഗതിയാണ്, ഭൗതികമായിട്ടുള്ളതല്ല. അപ്പോൾ അതിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരാളോട് ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ദേഷ്യം കൊണ്ടും ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടാണെങ്കിൽ അത് തെറ്റാണ്, നമ്മുടെ ഉള്ളിൽ മുദ്രകൾ ഉണ്ടാക്കും. പക്ഷെ സ്നേഹപൂർവ്വം നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു അകലം എല്ലാവരുമായിട്ടും പാലിക്കേണ്ട അനിവാര്യമാണ്. അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് ഈ വിരക്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ. അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോൾ വേറൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് പറയണം, ശരി. അപ്പോൾ ഈ ആത്മീയതയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ പോരെ, മറ്റ് കാര്യങ്ങളിലും കൂടി ഈ മിഷൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ ഫീൽഡ്, സ്കൂളുണ്ട്, ലാലാജി മെമ്മോറിയൽ വൈഗവ് സ്കൂൾ ഇപ്പോൾ ലോകം ഉടനീളം സ്ഥാപിക്കാനാണ് രാജ്യം ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്കൂള്, ഹോസ്പിറ്റൽസ്, പിന്നെയോ അഗ്രികൾച്ചറിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുക. അതല്ല, ഇന്ത്യ ഗവൺമെൻറ് വരെ രാജിയുടെ ഈ കൃഷി രീതികൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇനി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം എന്ന് പറയുന്നത് അദ്ദേഹം. ബെസ്റ്റ് ഡോക്ടേഴ്സ്, ബെസ്റ്റ് പൊളിറ്റീഷ്യൻസ്, ബെസ്റ്റ് എഞ്ചിനീയർ, ബെസ്റ്റ് ടീച്ചറെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതാണ്, നിങ്ങൾ എല്ലാ ഭൗതിക മേഖലയിലും നിങ്ങൾ കൈവയ്ക്കുമോ? നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരെ, ബാക്കി ചെയ്യാൻ ഗവൺമെൻറ് അതൊക്കെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. നമ്മുടെ പല അഭ്യാസികളുടെ ഇടയ്ക്ക് ഈ ചോദ്യമുണ്ട്. ഭൗതികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് സ്പിരിച്വൽ ഓർഗനൈസേഷൻ അല്ലേ, പിന്നെ ഇതിലൊക്കെ ഇടപെടണമെന്നില്ലേ? നമ്മളുള്ളിൽ പലരും ഉള്ളിൽ ഈ ചോദ്യമുണ്ട്. അത് ഇദ്ദേഹം ചോദിച്ചു. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും വളരെ പ്രസക്തമാണ്. എന്താ അത്? ജീവിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഏതാ? ഭൗതികവും ആധ്യാത്മികവും. ഇത് രണ്ടും പരസ്പരം സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ
ഇനി സ്പിരിച്വൽ ഓർഗനൈസേഷൻ നമ്മളെപ്പോലുള്ള സംഘടനകൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽ. അവിടെ എല്ലാ ഉപകരണങ്ങളും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിലാണ് രാജി വാങ്ങി വെച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ എല്ലാം ഇമ്പോർട്ടൻറ്റ് ബെസ്റ്റ് പ്രോഡക്റ്റ്സാണ് അദ്ദേഹം വാങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ എവിടുന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ? നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രാം മുഴുവൻ ഫ്രീ അല്ലേ? അതുപോലെ ഡോക്ടേഴ്സ്, നല്ല എമിനൻറ്റ് ഡോക്ടേഴ്സിനെയാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് സാലറി ആര് കൊടുക്കും? ഇപ്പോൾ സ്കൂള് വേൾഡ് ക്ലാസ് സ്കൂളാണ് നമ്മുടേത്. ഈ സ്കൂൾ ടീച്ചേഴ്സിന് സാലറി കൊടുക്കണ്ടേ? കുട്ടികൾക്ക് മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കമ്പ്യൂട്ടറും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന് പൈസ വേണ്ടേ? അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ്. ഒരു സന്യാസിയാണെങ്കിൽ തന്നെ വിശക്കുമ്പോൾ ആത്മീയം കഴിക്കാൻ പറ്റുമോ? അത് ഭക്ഷണം വേണ്ടേ? അത് പലപ്പോഴും ഗൃഹസ്ഥാശ്രമികളിൽ നിന്ന് ഭിക്ഷ വാങ്ങിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ അങ്ങനെയല്ല. ഭൗതികവും ആധ്യാത്മികവും നമ്മൾ ഈക്വലായിട്ട് അറ്റൻഷൻ വേണം. ഒന്നിനു വേണ്ടി മറ്റൊന്ന് കോംപ്രമൈസ് ചെയ്യുന്നത് തെറ്റാതാണ് ഹാർട്ട്ഫുൾനെസ് പ്രിൻസിപ്പിൾ. ഭൗതികതയ്ക്ക് വേണ്ടി ആധ്യാത്മികതയും ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഭൗതികതയും നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബാലൻസ് പോവും. ബാലൻസ് ഇല്ലാത്ത എല്ലാം കുറച്ച് കഴിയാൻ നശിച്ചു പോകും. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭൗതിക വസ്തുക്കളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, പല രീതിയിൽ നമ്മൾ വാങ്ങണമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഹാർട്ട്ഫുൾനെസ് പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതല്ലേ അത് വാങ്ങുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ മിക്കവാറും പ്രോഡക്ട്സൊക്കെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളുണ്ടാക്കുന്ന, അവിടെ ലാലാജി മെമ്മോറിയൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിനും ഒരു വെജിറ്റബിളിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ വെജിറ്റബിൾസ്, ഓരോ ക്ലാസ്സും ഓരോ വെജിറ്റബിൾസ് ഉണ്ടാക്കും. ഒരാൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരാൾ ക്യാരറ്റ്, അങ്ങനെ. അപ്പോൾ അതിനൊക്കെ അവരെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ആളുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ +2 ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കുമല്ലോ എല്ലാ വീട്ടിൽ പച്ചക്കറികൾ എങ്ങനെ ഉണ്ടാക്കണം, അത് ശാസ്ത്രീയമായിട്ട് രാജി പറയുന്ന മനുഷ്യൻ്റെ ബോധം പ്രകൃതിയിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് ഉണ്ട്. പ്രകൃതിയിൽ പോലും മനുഷ്യൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട്, പക്ഷേ പോസിറ്റീവായിരിക്കണം എന്ന് പറയും. അപ്പോൾ രാജീവ് ഒരു ആപ്പിൾ കണ്ട് അത് എത്ര വെയിറ്റ് ഉണ്ട് കഴിക്കും? 200 ഗ്രാം. 2 കിലോ ഉള്ള ആപ്പിളാക്കി ഇങ്ങനെ തന്നെ മാറ്റാവുന്നതാണ് അത് കഴിക്കുക. അപ്പോൾ അതിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി മനുഷ്യൻ പോസിറ്റീവായിട്ട് ഇടപെട്ട് അതിനെ കൂടുതൽ ഉപയോഗപ്രദമാക്കാന്നാണ് അദ്ദേഹം ആലോചിക്കുക. അപ്പോൾ അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ പ്രകൃതിയിലും മനുഷ്യൻ്റെ പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. വാസ്തവത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രകൃതിയിൽ നെഗറ്റീവായിട്ട് ഇടപെടുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും ഓരോ വെജിറ്റബിൾ തോട്ടം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവർ തന്നെയാണ് അത് കൃഷി ചെയ്യുക. ആ പ്രോഡക്റ്റ്സാണ് നമ്മൾ അഭ്യാസികൾക്കും മറ്റുള്ളവർക്കും HFN ലൈഫ് വഴി വിതരണം ചെയ്തത്. അതിൻ്റെ ബഹുഭൂരിപക്ഷം ഉപയോഗിക്കുന്ന അവിടെ നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ കിച്ചണിൽ തന്നെ ശാന്തിവനത്തിൽ. പിന്നെ കുട്ടികൾ തന്നെ സോപ്പ് ഉണ്ടാക്കും, ഹാൻഡ് വാഷ് ഉണ്ടാക്കും, ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കും. ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യണത്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്രദമാണ്. ഇപ്പോൾ ഈ HFN ലൈഫിലുള്ള പ്രോഡക്ട്സൊക്കെ ഓർഗാനിക് പ്രോഡക്ട്സും നല്ല പ്രോഡക്ട്സുമാണ്. കാരണം എന്താ, അതിൻ്റെ പിന്നിൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു ബാനറുണ്ട്. അപ്പോൾ അതിലെന്താണ് തെറ്റുള്ളത്? അതൊന്ന്. അടുത്ത അദ്ദേഹം പറയാൻ പോണ കാര്യം കൂടുതൽ പ്രസക്തമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഭൗതികവും ആധ്യാത്മികവും തമ്മിലുള്ള സമന്വയമാണ് ശരിയായ ജീവിതത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു. നമ്മുടെ ആന്തരികമായ ലോകത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പ്രചോദനം കിട്ടുന്നത്. കാണാം, അല്ല, ആന്തരികമായിട്ടുള്ള മേഖല 360 ഡിഗ്രിയിലും ബോധത്തിൻ്റെ വികാസമാണ്. അപ്പോൾ ചിലർക്കൊരു ഉള്ളുന്നൊരു പ്രചോദനം കിട്ടും. എങ്ങനെയായിരിക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇന്നുള്ളതിലത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു നല്ല സമ്പ്രദായം എങ്ങനെ ഉണ്ടാക്കും എന്നൊരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ ഒരു പ്രചോദനമായി തെളിഞ്ഞാൽ അത് അയാൾ ഭൗതിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്?
വേറൊരാൾ ആലോചിക്കുക, ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കണം? ചാറ്റ്ജി മഹാരാജ് ആലോചിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക കാരണം അദ്ദേഹം തുടക്കം കുറിക്കാണ്ടിരുന്നു. അപ്പോൾ ദാജി അത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാൻ. ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റൽസൊക്കെ നമുക്കറിയാം പേഷ്യൻസിന് കുറച്ച് പ്രശ്നമാണ് അവിടെ പോയാൽ. അപ്പോൾ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് മോഡറേറ്റ് ആയിട്ടുള്ള റേറ്റിൽ എങ്ങനെ ആളുകൾക്ക് അവൈലബിൾ ആക്കാം, ഉള്ളിൽ നിന്നുള്ള മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഉപയോഗിച്ച്. അപ്പോൾ ആന്തരിക ലോകം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് മാത്രമല്ല. അത് ഉദാഹരണം പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹാഭാരത കാലത്തൊക്കെ ഇപ്പോൾ ഈ ദുര്യോധനൻ ജനിച്ച സമയത്ത് പ്രകൃതിയിലൊക്കെ ആകെ വിക്ഷോഭങ്ങളുണ്ടായി. ആനകളൊക്കെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. കുതിരകളൊക്കെ ഒരു പ്രത്യേക തരം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. പശുക്കളൊക്കെ പാല് ചൊരുത്തുന്നതിന് വരെ രക്തം ചൊരുത്താൻ പറ്റും. അപ്പോൾ കുറച്ച് കൊടുങ്കാറ്റൊക്കെ. അപ്പോൾ വേഗം ധൃതരാഷ്ട്ര വ്യാസമഹർഷിയെ വിളിച്ചു. മഹർഷി എന്താതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയല്ലേ. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഈ ജനിച്ച ഈ കുഞ്ഞ് ഈ കുലത്തിൻ്റെ അന്തകനാണ്. ഈ കുലത്തിനെ പരിപൂർണമായിട്ട് അവൻ നശിപ്പിക്കുക. അതുകൊണ്ട് ഇയാളെ ഒന്നുകിൽ കാട്ടിൽ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ കൊന്നുകളയണം. അതാണ് ശാസ്ത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ധൃതരാഷ്ട്രം തയ്യാറായില്ല, പുത്രമോഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സാഹചര്യങ്ങളിലുണ്ട്. ഇത് ഋഷിയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ, സ്പിരിച്വലായിട്ടല്ലോ. അത് ഭൗതികമായിട്ടുള്ള അസ്വസ്ഥതയ്ക്ക് കാരണമാണ് ആന്തരികമായ ഫീൽഡിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആത്മീയ ശക്തിയാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അർത്ഥം. വേറൊരു സാഹചര്യത്തിൽ ചോതിൽ തോറ്റ് പാണ്ഡവരെ കാട്ടിലേക്ക് അയക്കണ 13 കൊല്ലം കഴിഞ്ഞ് വരിക എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഇതേ രീതിയിൽ പ്രകൃതിയിൽ അസ്വസ്ഥതകളുണ്ടായി. ഇതുപോലെ ജീവികളൊക്കെ വല്ലാത്ത തരത്തിലുള്ള ഒച്ചയുണ്ടാക്കുക, കൊടുങ്കാറ്റ്, പേമാരിയൊക്കെ പോകുന്നു. അപ്പോഴും ധൃതരാഷ്ട്രർ വ്യാസനെ വരുത്തി, എന്തത് മഹർഷിയെ പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നേക്ക് 13ാമത്തെ വർഷം ഈ കുലത്തിൻ്റെ അവസാനം. ഈ കുരുവംശത്തിൽ ആരും തന്നെ ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് ഇവരെ തടയുന്ന നല്ലതെന്ന് പറഞ്ഞു. ആരെ? പാണ്ഡവന്മാരെ തടഞ്ഞ് പകുതി രാജ്യം കൊടുത്ത് പാഞ്ചാലിയോട് മാപ്പ് പറഞ്ഞാൽ ഈ കുലം രക്ഷപ്പെടുന്നു. അപ്പോൾ ഒരു ആധ്യാത്മിക വ്യക്തിയായിട്ടുള്ള മഹർഷി രാജാവിന് കൊടുക്കുന്ന നിർദ്ദേശം എവിടുന്ന? ആന്തരിക തലത്തുനിന്ന്, അതായത് സ്പിരിച്വൽ ഫീൽഡിൽ നിന്നാണ് അദ്ദേഹം ഈ നിർദ്ദേശം കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴും ധൃതരാഷ്ട്രൻ തയ്യാറായി. അങ്ങനെയാണ് ഈ കൊല്ലം മുടിയുന്ന കുരുവംശത്തിൽ ഒരൊറ്റ ആൾ പോലും ബാക്കിയില്ല. അപ്പോൾ ഒരു ഋഷി ആയിട്ടുള്ള ആൾ, ഒരു ജനക മഹാരാജാവ് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം എങ്ങനെ കൊണ്ടു നടക്കണമെന്നൊക്കെ ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന ശക്തി ഉപയോഗിച്ചാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് സ്പിരിച്വലും മെറ്റീരിയലും കൂടി ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അതായത് ബോധത്തിൻ്റെ 360 ഡിഗ്രിയിലും ആന്തരികമായ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ ദാജി പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും അദ്ദേഹം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് പല ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരിക. അപ്പോൾ അത് അദ്ദേഹം പ്രായോഗികമാക്കുന്ന സമയത്ത് അത് വളരെയധികം പുരോഗതിയിലേക്ക് പോകണം. അപ്പോൾ അദ്ദേഹം പറയണത്, ഇതുകൊണ്ട് ഒരു വ്യക്തിയുടെ ആധ്യാത്മിക പുരോഗതിയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് സംഭവിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആധ്യാത്മിക ഫീൽഡിൽ യാതൊരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല. ഭൗതിക ജീവിതത്തിലെ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഈക്വലായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട അനിവാര്യമായിട്ടുള്ള വസ്തുത. കാരണം ഇപ്പോൾ നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഓർഗനൈസേഷൻ പല മേഖലയിലേക്കും പ്രവേശിക്കുമ്പോൾ പല അഭ്യാസികളുടെ ഉള്ളിൽ ഈ ഡൗട്ടുണ്ട്, എന്തിനും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു യോഗ്യനായിട്ടുള്ള ആധ്യാത്മിക ഗുരു പറയാണ്, നിങ്ങളുടെ ഭൗതിക ജീവിതം നയിക്കേണ്ടത് ഈ രീതിയിലാണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ മാതിരിയുള്ള വികലമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടന്നാൽ, അതുകൊണ്ടാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്
ആധ്യാത്മിക സമ്പ്രദായങ്ങളെയും മഹാഗുരുക്കന്മാരെയും സൃഷ്ടിക്കുന്നതെന്ന് തുടക്കത്തിൽ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ് ആത്മീയത എന്ന് പറയുന്നത്, ഡിവിനിറ്റി, ദിവ്യത്വം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന അവസ്ഥയാണ്. അത് മാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ പ്രസക്തം. അവർ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവരുടെ സാന്നിധ്യത്തിൽ എല്ലാം സംഭവിക്കുന്നു. അവരൊരു സെൻറ്റർ വിസിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് തോന്നുന്നത് എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മനോഹരമായിട്ട് നടക്കും. എങ്ങനെയാണ് നടന്നത് നമുക്ക് അത്ഭുതം തോന്നുന്നു. അപ്പോൾ ദിവ്യത്വം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് അദ്ദേഹം പറയാം, നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ 3 സിറ്റിംഗ് അവിടുത്തെ ഇൻട്രൊഡക്ഷൻ തരുന്നു നമുക്ക്, അല്ലേ? 3 സിറ്റിങ്സ് അല്ലേ നമുക്ക് തരുന്നത്. ഈ 3 സിറ്റിങ്സ് കഴിഞ്ഞ് അദ്ദേഹം പറയണ എനിക്ക് ഈ ലോകത്തിലുള്ള ഏത് സമ്പ്രദായത്തിനും എനിക്ക് വെല്ലുവിളിക്കാൻ സാധിക്കും. കാരണം ഈ 3 സിറ്റിംഗ് എടുത്തിട്ടുള്ള ആൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയി ഇരുന്നിട്ടും ധ്യാനിക്കാൻ ശ്രമിച്ച അയാൾക്ക് ട്രാൻസ്മിഷൻ കിട്ടും. നിങ്ങളൊക്കെ കൊറിയയിലാവാം, അല്ലെങ്കിൽ ഡൽഹിയിലാവാം, അല്ലെങ്കിൽ അമേരിക്കയിലാവാം. 3 സിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കാം, ഹാർട്ട്ഫുൾനെസ് രീതിയിൽ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ കിട്ടും, സംപ്രേഷണം കിട്ടും. ആർക്ക് വേണ്ടി ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതൊരു അത്ഭുതമല്ലേ? ദിവ്യത്വത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഒക്കെ. അപ്പോൾ ഇതാണ് ആ നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിഷനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക ആർക്കാണ്? ഒരേ ഒരാൾക്ക് ഈ ട്രാൻസ്മിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ആർക്കാണ്? സ്വീകരിക്കുന്ന ആളുടെ ആന്തരികമായിട്ടുള്ള പ്രതിരോധം. എനിക്ക് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ, എന്നിലേക്ക് ട്രാൻസ്മിഷൻ വരണോ വരേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള പ്രതിരോധത്തിന് മാത്രമേ ട്രാൻസ്മിഷനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? നമ്മളുടെ ആന്തരികമായിട്ടുള്ള സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ മാറ്റങ്ങൾ വരും. അതിനെ മുമുക്ഷു എന്നാണ് പറയാം. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ മനുഷ്യൻ മുമുക്ഷു മഹാപുരുഷ സംശ്രയം. ഇത് ഒരാളുടെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമാണ്. മനുഷ്യനാവണം, അതായത് മനുഷ്യത്വം വേണം. അത് മാത്രം പോരാ, മുമുക്ഷു ആയിരിക്കണം എന്ന് പറഞ്ഞു. മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയ കാര്യങ്ങളിൽ ഒരു ത്വരയുണ്ടാവണം. ഈ ആത്മീയ കാര്യങ്ങളിൽ ത്വരയില്ലെങ്കിൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ആശ്രമത്തിൻ്റെ ചുറ്റുമൊക്കെ കറങ്ങി നടക്കും, അല്ലെങ്കിൽ ഹാൻഹാ ശാന്തിവനത്തിൽ വന്ന് മാസ്റ്ററെ കാണും, ഇൻ്റർവ്യൂ അവിടെയൊക്കെ നടക്കും, എല്ലാം ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോകും. അവിടുത്തെ ആത്മീയ സമ്പ്രദായം കൊണ്ട് ഗുണം കിട്ടില്ല, മുമുക്ഷു അല്ലെങ്കിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പണ്ടേ പറഞ്ഞു വെച്ചാൽ മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം ഒരാളുടെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള 3 ഘടകങ്ങൾ. ഹാർട്ട്ഫുൾനെസ് അഭ്യാസികളെ സംബന്ധിച്ചിടത്തോളം